പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഒരു കാര്യം വ്യക്തമായി, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭരണമില്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനൊക്കത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഈ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പോലും അറിയാതെയാണ് ED ഇവിടെ പിണറായി വിജയൻ്റെ വീട്ടിലും പുള്ളിയുടെ കണ്ണൂരിലുള്ള വീട്, തിരുവനന്തപുരത്തുള്ള വീട്, പുള്ളിയുടെ മരുമോൻ്റെ വീട്, ഞങ്ങൾ 10-12 അടുത്ത് റെയ്ഡ് നടത്തുന്നു. ഇതൊന്നും അറിയാതെ ഇത് കാര്യം ഇവിടോട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രമേശ് ചെന്നിത്തലയാണെങ്കിൽ പോലും ഈ ഭരിക്കുന്ന ഇത് രമേശ് ചെന്നിത്തലയാണെങ്കിലും പോലീസുകാരൊക്കെ പഴയ പോലീസുകാരൊക്കെയാണ് ഇവിടെ ഇന്നേരമേ ലീക്കാവും. അത് കാരണം ആരും അറിയാതെ തന്നെ വളരെ 6 മണിക്ക് തന്നെ കൃത്യമായിട്ട് ഈ പിണറായി വിജയനൊക്കെ കണിയേണ്ടത് ഈ ഉദ്യോഗസ്ഥരെയാണ്. അവർ വന്നു, ഇവരെ വിളിച്ചുണർത്തി ഇതൊക്കെ ചെയ്തു. അപ്പോഴത്തേന് തിരുവനന്തപുരം, കണ്ണൂരും കോഴിക്കോടും ഒക്കെ വളരെ ശാന്തമായിരുന്നു. തിരുവനന്തപുരത്ത് ഒത്തിരി നേതാക്കന്മാരുണ്ട്. കടകംപള്ളി, വി ജോയി, പ്രശാന്ത്, പിന്നെന്താ പറയുക, നമ്മുടെ കോലിയക്കോട് കൃഷ്ണ, അങ്ങനെ നിരവധി നേതാക്കന്മാരാണ് തിരുവനന്തപുരത്ത്. അവർക്കൊക്കെ പണിയൊന്നുമില്ല, ഇപ്പം എല്ലാവരും തോറ്റുപോയി. അത് കാരണം അവരൊക്കെ കുത്തിയിരുന്നു, നടു റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്തു. ഇന്നലെ നമ്മുടെ റഹീമിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇരിയുടെ SFIക്കാരെ ഇരിയുടെ ഇത് പറയാൻ ആളില്ല, പറയേണ്ടവർ തന്നെ അവരെ കുത്തിയിരുന്നു. അതിൻ്റെ പുറകിൽ ഇവർ സമരം ചെയ്യുന്നതും ഒക്കെ കണ്ടു. ഇത്ര വിരോധാഭാസമായിട്ടുള്ള ഒരു സമരമായത്. ഈ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വന്ന് ഒരു ഭരണാധികാരിയെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് സഹകരിക്കുകയല്ലയോ വേണ്ടത്? അല്ല മടിയിൽ കനവില്ലെങ്കിൽ അത് തുറന്ന് കാണിക്കുക. അല്ലാതെ ഇവർ പോകുമ്പോൾ തന്നെ ഇവരെ അങ്ങോട്ട് വിടല്ലേ ഇങ്ങോട്ട് വിടല്ലേ, എന്നിട്ടോ ലാസ്റ്റിൽ എന്തോ സംഭവിച്ചു, അവരിറങ്ങിയപ്പോൾ തന്നെ അവരുടെ കാറ് തല്ലി പൊട്ടിക്കുക. ഇതൊക്കെ ആരുടെയാണ്? ഈ ശിവൻകുട്ടിയും ഈ കടകംപള്ളിയും പ്രശാന്തും ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഒരു 10 ദിവസമാണ് ഈ സർക്കാർ കയറിയിട്ട്. നിങ്ങൾ 10 വർഷം ഭരിച്ചപ്പം ഇതുപോലുള്ളൊരു സംഘർഷാവസ്ഥ ഇല്ലായിരുന്നു. നിങ്ങൾ തന്നെ ഭരിച്ചാൽ മതിയായിരുന്നു, ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പം നിങ്ങൾ കൊണ്ടുവരില്ല. കാര്യം ആൾക്കാർ മണ്ടന്മാരല്ല, നിങ്ങളാണ് മണ്ടന്മാർ. നിങ്ങളെന്തിനാണ് ഈ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നത് എന്നൊരിക്കൽ കൂടി സാധാരണക്കാരോട് ഞാൻ ചോദിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.